രണ്ടാം ദിവസം ഷിരൂരിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ ഇപ്പോൾ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈശ്വർ മാൽപേക്ക് ഈ CP4-ൽ പരിശോധന നടത്തുന്നതിന് അനുമതി നൽകിയിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അർജുന്റെ കുടുംബാംഗങ്ങൾ കൂടെ ചേരുന്നുണ്ട്. സഹോദരി ഭർത്താവ് ജിതിൻ, സഹോദരി അഞ്ജു എന്നിവർ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു ആവശ്യം വൈകുന്നേരം പറഞ്ഞിരുന്നത് CP4-ൽ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്തണമെന്നാണ്. പക്ഷേ ഇന്ന് പരിശോധന തുടങ്ങിയത് 1 മണിക്കൂർ വൈകിയാണ്. അതിനുശേഷം ഇപ്പോഴും ആ സ്ഥലത്തേക്ക് പരിശോധന എത്തിയിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ സംഘം അടിയിൽ ഡൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും അവർ അത് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം തന്നെയാണ് എനിക്കും തോന്നുന്നത്. പരക്കെ ഡ്രഡ്ജിങ് ചെയ്യുന്നതിലും ഉചിതം. എന്തെങ്കിലും സിഗ്നൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പരിശോധന അവിടെ കേന്ദ്രീകരിച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം അതായിരുന്നു. കാരണം ഇന്നലത്തെ സമയം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി. ഇന്നലെ ഒരു ദിവസം അത് ഇന്നുണ്ടാകാൻ പാടില്ല. കാരണം അവിടെ ഒരു സ്ട്രോങ് സിഗ്നൽ പറഞ്ഞ സ്ഥിതിക്ക് അത് ഇനീഷ്യൽ അത് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മളതിൻ്റെ ബാധ്യസ്ഥരാണ്. അവിടെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ചെക്ക് ചെയ്യട്ടെ എന്നാണ്. ഇന്നലെ നമ്മൾ കണ്ടത് അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പരിശോധന നീങ്ങി വരുന്നതാണ് കണ്ടത് ഇന്നലെ. അതെ. അതാണ് ഒരു ഔചിത്യമില്ലായ്മ തോന്നിയത്. പിന്നെ പെട്ടെന്ന് ഇവിടെ കുറച്ച് പാട്ടുകൾ കിട്ടുകയും പിന്നെ അതിൻ്റെ പുറകെ പോവുകയും ഇന്നലത്തെ ദിവസം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് അവിടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുപ്രകാരം തന്നെ അവരും അങ്ങനെ തന്നെ തീരുമാനിച്ചിരുന്നു കേട്ടോ. ഓൾറെഡി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിന് പുറമേ അല്ല, അവരും ഇന്നലെ അങ്ങനെ തന്നെയാണ് അവരും പ്ലാൻ ചെയ്തിരുന്നു. ഇന്ന് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോടാണ്? സതീഷ് എംഎൽഎയോടും മഞ്ചേശ്വരം എംഎൽഎയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ ഇന്ന് മുഴുവൻ അവിടെ ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുക. പിന്നെ പേടിക്കാനൊന്നുമില്ല. നമുക്ക് 9 ദിവസം ഇനിയും ഉണ്ട്. നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അല്ല, കഴിഞ്ഞ ദിവസം 3 ദിവസം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതെ, ഞങ്ങളോട് പറഞ്ഞത് 9 ദിവസം തന്നെ ഉണ്ടാവും, ഇനി 9 ദിവസം ഉണ്ടാവും തന്നെയാണ് പറഞ്ഞത്. കാരണം രണ്ടാം ഘട്ടം ഒക്കെ പെട്ടെന്നാണ് നിർത്തലാക്കിയത്. നമ്മൾ വീണ്ടും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നിർത്തലാക്കുന്നതും പോകുന്നതും. പിന്നെ ഡ്രഡ്ജർ ഒന്നും ഉപയോഗിക്കാതെ നമുക്കിനി തെരച്ചിൽ നടത്താൻ പറ്റൂല. അപ്പോൾ ഇത് വന്നതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ലോറിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളൊരു. അതെ, അതിൽ രണ്ടാം ഘട്ടത്തിന് വേറൊരു പ്രശ്നമുള്ളത് വെച്ചാൽ അതിൽ മനുഷ്യസാധ്യമായിട്ട് ഡ്രൈവിംഗ് ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള ഇവർക്കും ബോധ്യപ്പെട്ടു. ഈ ഡൈവേഴ്സ് ഈശ്വർ മാൽപ്പ ആണെങ്കിൽ നേവി ആണെങ്കിൽ ആ സംഘം അറിയിക്കുകയും ചെയ്തു. അതിന് പ്രകാരമാണ് നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങുണ്ടായത്. എന്തായാലും അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ആഗ്രഹം കുടുംബത്തിനുണ്ടല്ലേ? അത് നമ്മൾ ഏകദേശം ഉൾക്കൊണ്ട കാര്യമാണ്. എന്നാലും അതിൻ്റെ എന്തെങ്കിലും ഒരു ലോറിയുടെ ഒരു ഭാഗമെങ്കിലും കണ്ട് അതൊന്ന് ഒരു അവശേഷിപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതെ, അത്രേ ഉള്ളൂ.